ഒരെണ്ണം വീണു, അത് മറ്റേ ബീമിൻ്റെ മേളിലോട്ട് ഗാർഡറിൻ്റെ മേളിലോട്ട് വീണു. അങ്ങനെ രണ്ടും കൂടെ കൊളാപ്സ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. സൂക്ഷ്മ സമയത്ത് നമ്മൾ ഈ സമയത്ത് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വാഹന നിയന്ത്രണം പറഞ്ഞിരുന്നു, ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്താ സംഭവിച്ചത് പരിശോധിക്കാം. നമ്മൾ സാറിന് നമ്മൾ ഈ ഇത് സമയത്ത് വാഹനം ട്രാഫിക് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു, സ്റ്റോപ്പ് ചെയ്യാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത് നോക്കാം. ഒരു വണ്ടി വാഹനം വന്ന് കയറിയത് അവർത്തത്തിലൊരു രാജേഷ്, നമ്മുടെ പള്ളിപ്പാട് സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ബോഡി ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗേഡറുകൾ സ്ഥാപിക്കുന്ന സമയത്ത് വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടതല്ലേ? അങ്ങനെ ചെയ്തതല്ലേ? ഇങ്ങനെയുള്ള ഗേഡറുകൾ സ്ഥാപിക്കുന്ന സമയത്ത് വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ആണ്. നമ്മളെ സംബന്ധിച്ചോളം ഇതിപ്പം 1000 ദിവസമാണ് നമ്മളിതൊരു കൺസ്ട്രക്ഷൻ വേണ്ടി ഉള്ളത്. ഇവിടെ 2700ഓളം ഗാർഡേഴ്സ് സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ഫുൾ ഇവിടെ വർക്കുകൾ ഡേ ആൻഡ് നൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ ഈ ഇറക്ഷനും അതോടൊപ്പം തന്നെ ഈ ലിഫ്റ്റിങ്ങും ഒക്കെ നൈറ്റ് സമയത്താണ് കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നം വെച്ചാൽ ഏകദേശം 70 യൂണിറ്റ് പെർ ഡേ, ഒരു ദിവസം ഒരു മിനിറ്റിൽ 70 വാഹനങ്ങൾ ഇതിലേക്ക് കടന്നു പോകും. അപ്പോൾ നമുക്കത് ബ്ലോക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. ട്രാഫിക് ഒരു നിയന്ത്രണത്തിലൂടെ ഈ കാര്യങ്ങൾ രണ്ടും നടത്തിയേ പറ്റത്തുള്ളൂ. ഉണ്ട് തീർച്ചയായിട്ടും. ഇല്ല, പോലീസിന് ത്രൂ ഔട്ട് നമ്മളെ പോലീസും അതോടൊപ്പം തന്നെ മാർഷൽസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഈ അപകടം നടന്നപ്പോൾ ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാർ ഓടിപ്പോയി, അങ്ങനെ പെട്ടെന്ന് അതുകൊണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നാട്ടുകാർ പറയുന്നു. അല്ല, അത് സ്വാഭാവികമല്ലേ, ആൾക്കാർ ഭയപ്പെട്ട് പോയത്. ഇങ്ങനെ ഇത്രയും വലിയ സംഭവം ഉണ്ടാകുമ്പോൾ സമയത്ത് സ്വാഭാവികമായിട്ട് ഭയപ്പെട്ട് മാറിക്കാണും. പക്ഷെ അവർ തിരിച്ചു വന്ന് ഉയർത്തി ബോഡി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ഓടിയെത്തിയ നാട്ടുകാർ പറഞ്ഞത് ഇവിടെ ആ സമയത്ത് തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, പോലീസ് സംവിധാനമോ അത്തരം സംവിധാനമോ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. നോക്കാം, പരിശോധിക്കാം. ആവശ്യപ്പെട്ടു, അശോക ബിൽഡേഴ്സിന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.